യിരെമ്യാവിൻ്റെ പുസ്തകം 36-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഈ രാത്രിയിലെ ധ്യാനത്തിന് ആധാരമായി ഞാൻ വായിക്കട്ടെ. ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 36 വേഴ്സ് 1-4. യോശിയാവിൻ്റെ മകനായി യഹൂദ രാജാവായ യഹോയാക്കീമിൻ്റെ 4-ാം ആണ്ടിൽ യഹോവെങ്കിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാടാവിത്: നീ ഒരു പുസ്തക ചുരുൾ മേടിച്ച് ഞാൻ യോശിയാവിൻ്റെ കാലത്ത് നിന്നോട് സംസാരിച്ചു തുടങ്ങിയ നാൾ മുതൽ ഇന്ന് വരെയും ഇസ്രയേലിനെയും യഹൂദിയെയും സകല ജാതികളെയും കുറിച്ച് ഞാൻ നിന്നോട് അരുളി ചെയ്ത വചനങ്ങളൊക്കെയും അതിലെഴുതുക. പക്ഷേ യഹൂദാഗ്രഹം ഞാൻ അവർക്ക് വരുത്തുവാൻ വിചാരിക്കുന്ന സകല അനർത്ഥത്തെയും കുറിച്ച് കേട്ടിട്ട് ഓരോരുത്തൻ താൻ്റെ ദുർമാർഗം വിട്ട് തിരുവാനും ഞാൻ അവരുടെ അകൃത്യവും പാപവും ക്ഷമിപ്പാനും ഇടവരും. അങ്ങനെ യിരെമ്യാവ് നേര്യാവിൻ്റെ മകനായ ബാരൂക്കിനെ വിളിച്ചു. യഹോവ യിരെമ്യാവോട് അരുളി ചെയ്ത സകല വചനങ്ങളെയും അവൻ്റെ വാമൊഴി പ്രകാരം ബാരൂക്ക് ഒരു പുസ്തക ചുരുളിൽ എഴുതി. 4-ാം വാക്യം വീണ്ടും വായിക്കട്ടെ. അങ്ങനെ യിരെമ്യാവ് നേര്യാവിൻ്റെ മകനായ ബാരൂക്കിനെ വിളിച്ചു. യഹോവ യിരെമ്യാവോട് അരുളി ചെയ്ത സകല വചനങ്ങളെയും അവൻ്റെ വാമൊഴി പ്രകാരം ബാരൂക്ക് ഒരു പുസ്തക ചുരുളിൽ എഴുതി. തലകളെ ദൈവസന്നിധിയിൽ വണക്കാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ മാറ്റമില്ലാത്ത വചനങ്ങൾക്ക് കാതോർക്കുവാൻ ഞങ്ങളുടെ ആയുസ്സിനെ നീട്ടിത്തന്ന അങ്ങയുടെ കരുണയ്ക്കായി നന്ദിയോടെ സ്തോത്രം. 2024 നന്നായി ജീവിച്ചത് കൊണ്ടല്ല, 2025 നന്നായി ജീവിക്കുമെന്ന് തമ്പുരാൻ ഞങ്ങളെക്കുറിച്ച് പ്രതീക്ഷയുള്ളത് കൊണ്ടാണ് കർത്താവെ, അനേകർ മൺമറഞ്ഞു പോയ മണ്ണിൽ ഞങ്ങൾ മാറ്റപ്പെടാതെ ഇന്ന് സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ നിന്റെ സന്നിധിയിൽ ചേർന്ന് വരുവാൻ ഞങ്ങൾ പ്രാപ്തരായി തീർന്നത്. കർത്താവെ, ഞങ്ങളുടെ ലംഘനങ്ങളെ ഓർമ്മ വയ്ക്കാതെ ഉദയമസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ലംഘനങ്ങളെ മറന്ന് ഞങ്ങളെ സ്നേഹിക്കുവാൻ കർത്താവിന് ദീർഘക്ഷമയുള്ളത് കൊണ്ടാണല്ലോ ഞങ്ങളുടെ ബലത്തോടെ നിന്റെ സന്നിധിയിലായിരിക്കുന്നത്. പ്രിയ കർത്താവെ, ഞങ്ങൾ വായിച്ച വചനത്തെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ ആത്മീക മന്ന ഈ വചനത്തിലൂടെ രാത്രി ഞങ്ങളുടെ മേൽ പകർന്നു നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വേദപുസ്തകത്തിലെ ദൈവം ഈ രാത്രി ഞങ്ങളെ സന്ദർശിച്ചുവെന്ന് ഒരു സാക്ഷ്യം പറയാൻ പര്യാപ്തമായ വിധത്തിൽ വചനത്താൽ ഞങ്ങളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനനെ ക്രൂശിന്റെ മറവിൽ മറച്ചുകൊള്ളണമേ. അവിടുത്തെ അപേക്ഷിത ദാസരെ അനുഗ്രഹിക്കണമേ. ഗായക സംഘത്തെ ശക്തീകരിക്കണമേ. ചേർന്ന് ജനത്തെ അനുഗ്രഹിക്കണമേ. ഓൺലൈൻ മീഡിയയിലൂടെ വചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഏകാഗ്രതയോടെ വചനത്തിന് മുമ്പിൽ ഇരുത്തണമേ. കർത്താവേ, രാത്രി തിരുനാമം മഹത്വപ്പെടണമേ. ഞങ്ങൾ പുതുക്കപ്പെട്ടവരായി മടങ്ങാൻ കൃപ ചെയ്യണമേ. ഒരു പുതിയ ഉടമ്പടിയോടെ ഞങ്ങൾ തിരികെ പോകാൻ കർത്താവ് സഹായിക്കണമേ. ശുശ്രൂഷയുടെ മഹത്വമെല്ലാം തമ്പുരാന് മശിഹായുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കരുണ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. യെരുശലേമിലെ വടക്ക് കിഴക്ക് പ്രദേശമായ അനാഥോത്തിലെ പുരോഹിതനായിരുന്ന ഹിൽക്കിയാവിൻ്റെ മകനായിരുന്നു യിരെമ്യാവ്. ബെന്യാമീൻ ഗോത്രത്തിൽ ഉൾപ്പെട്ട അഹരോന്റെ മക്കൾക്ക് നൽകപ്പെട്ട ലേവിയ പട്ടണമാണ് അനാഥോത്ത്. അനാഥോത്ത് എന്ന പേരിൻ്റെ അർത്ഥം ആൻസർ, ഉത്തരം എന്നാണ്. യിരെമ്യാ പ്രവാചകനിലൂടെ ആ പേര് ആ മണ്ണിൽ അന്വർത്ഥമായി മാറി. ഇസ്രായേൽ ചരിത്രത്തിലെ സങ്കീർണമായ ഒരുപാട് ചോദ്യങ്ങൾക്ക്, ഒരുപാട് പ്രശ്നങ്ങൾക്ക്, ഒരുപാട് പ്രതിസന്ധികൾക്ക് പരിഹാരം നൽകാൻ അനാഥോത്തിൽ വലിയവനായ ദൈവം എഴുന്നേൽപ്പിച്ച പ്രവാചകനാണ് യിരെമ്യാവ് എന്നുള്ളത് നാം മറക്കരുത്. യിരെമ്യാവ് എന്ന പേരിൻ്റെ അർത്ഥം യാഹുവേ വിൽ എക്സോൾട്ട് എന്നാണ്. യഹോവ ഉയർത്തപ്പെടുമെന്നാണ് യിരെമ്യാവ് എന്ന പേരിൻ്റെ അർത്ഥം. യഹോവ ഉയർത്തപ്പെടും. ആരിലൂടെ? ഈ അനാഥോത്തിൽ വലിയ നിയോഗം ഏൽപ്പിച്ച് എന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്ത തമ്പുരാൻ എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നിലൂടെ, യിരെമ്യാവിലൂടെ ദൈവത്തിൻ്റെ മഹത്വം ഉയർത്തപ്പെടണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തെ ഉയർത്തണമെന്നാണെങ്കിൽ അതെന്നിലൂടെ സാധ്യമാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് ദൈവത്തിൻ്റെ പ്രവാചകനാണ് യിരെമ്യാവ് എന്നുള്ളത് നാം വിസ്മരിക്കരുത്. യഹൂദ രാജ്യത്തെ മാതൃകയോടെ ഭരിച്ച ഭക്തനായ യോശിയ രാജാവിൻ്റെ വാഴ്ചയുടെ 13-ാം ആണ്ടിൽ
BC 627 ദൈവം യിരെമ്യാവിനെ തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. നല്ല യൗവനപ്രായത്തിലാണ്. ഏകദേശം 23 വയസ്സ് പ്രായം ഉള്ളപ്പോഴാണ് യിരെമ്യാവ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമുക്കത് വിശദമായി വായിക്കുവാനായിട്ട് സാധിക്കും. തൻ്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് യിരെമ്യാവ് തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ 3 കാര്യങ്ങൾ യിരെമ്യാവ് പ്രസ്താവിക്കുന്നു. 1, ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ഹല്ലേലൂയ. ഗോഡ് ന്യൂ. ദൈവം അറിഞ്ഞവൻ. ഞാൻ ആരാണ്? ദൈവം എന്നെ നന്നായി അറിഞ്ഞു. എപ്പോൾ അറിഞ്ഞു? അമ്മയുടെ ഉദരത്തിൽ പിണ്ണാകാരമായിരുന്നപ്പോൾ തന്നെ എന്നെ അറിഞ്ഞവനാണ് ദൈവം. 2, ഗർഭപാത്രത്തിൽ വന്ന് പുറത്തു വരും മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ഗോഡ് സാങ്ക്ടിഫൈഡ് യു. ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവനാണ് യിരെമ്യാവെന്ന് ദൈവത്തിന്റെ വചനം 1:5 പറയുന്നു. 5-ാം വാക്യത്തിൽ തന്നെ വീണ്ടും പറയുന്നത്, ജാതികൾക്ക് പ്രവാചകനായി നിന്നെ നിയമിച്ചിരിക്കുന്നു. ഗോഡ് അപ്പോയിന്റഡ് യു. ദൈവം നിയമിച്ചവനാണ്, ദൈവം നിയോഗിച്ചവനാണ്. അപ്പോൾ ദൈവം അറിഞ്ഞവനാണ്, ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവനാണ്, ദൈവം നിയോഗിച്ചവനാണ് യിരെമ്യാവ്. തൻ്റെ പരിമിതികളും തൻ്റെ അയോഗ്യതയും തൻ്റെ നിസ്സാരതയും എല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഈ പരിശുദ്ധമായ നിയോഗത്തിൽ നിന്ന് പിന്മാറുവാൻ പലവരും ആഗ്രഹിച്ചപ്പോഴും യിരെമ്യാവിനോട് തമ്പുരാൻ പറഞ്ഞു, പാടില്ല, നിന്റെ അധരത്തെ ഞാൻ തൊടുന്നു. 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം അങ്ങനെയാണ്. അവിടെ നാം വായിക്കുന്നത്, എൻ്റെ വചനങ്ങളെ നിന്റെ ബലഹീനമായ അധരത്തിൽ ഞാൻ തന്നിരിക്കുന്നു. യിരെമ്യാവേ, ഈ ശുശ്രൂഷ നിറവേറ്റുന്നത് നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. അപ്പോൾ അപ്രകാരം ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് ദൈവത്താൽ അഭിഷേകം പ്രാപിച്ച് ദൈവം തിരഞ്ഞെടുത്ത ഭക്തനായ മനുഷ്യനാണ് ദൈവത്തിൻ്റെ പ്രവാചകനായ യിരെമ്യാവ് എന്നുള്ളത് നാം മറക്കരുത്. പഴയ നിയമത്തിലെ 4 വലിയ പ്രവാചകന്മാരിൽ ഒരുവനാണ് യിരെമ്യാവ്. അപ്പോൾ യിരെമ്യാവിൻ്റെ ഈ ഭക്തനായ പ്രവാചകന്റെ കാര്യദർശിയായി, അർത്ഥാൽ സെക്രട്ടറിയായി, പകർപ്പെഴുത്തുകാരനായി മരണപര്യന്തം ശുശ്രൂഷ ചെയ്ത് ബാരൂക്ക് എന്ന യഹൂദനാണ് ഈ രാത്രിയിലെ നമ്മുടെ ധ്യാന വിഷയം. ബാരൂക്കിന്റെ ജീവിതം നമുക്ക് നൽകുന്ന ആധ്യാത്മിക ജീവിതത്തിൻ്റെ ചില പാഠങ്ങളാണ് ഈ രാത്രി നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലം ബാരൂക്ക് എന്ന യിരെമ്യാവിൻ്റെ ഈ കാര്യദർശിക്കുണ്ട്. നാം വായിക്കുന്നത് പ്രകാരമാണ്, മഹസിയാവിൻ്റെ മകനായ നേരിയാവിൻ്റെ മകനായിരുന്നു ആര്? ബാരൂക്ക്. അപ്പോൾ അപ്പൻ്റെ പേരെന്താണ്? നേരിയാവ് എന്നാണ്. ബാരൂക്കിനെ കുറിച്ച് പറയുന്നിടത്തൊക്കെ നേരിയാവിൻ്റെ മകനായ ബാരൂക്ക് എന്ന് പരാമർശിക്കുവാൻ കാരണം എന്താണ് പ്രിയരെ? നേരിയാവിൻ്റെ മകനായ ബാരൂക്ക് ഇസ്രായേലിലെ ദൈവമായ യഹോവയിൽ പരിപൂർണമായി ശരണപ്പെട്ട ഒരു പിതാവാണ് നേരിയാവ്. നേരിയാവ് എന്ന പേരിൻ്റെ അർത്ഥം ഹല്ലേലൂയ, ലോർഡ് ഈസ് മൈ ലാമ്പ് എന്നാണ്. എൻ്റെ ദൈവം, ഹല്ലേലൂയ, എൻ്റെ വെളിച്ചമെന്നാണ് നേരിയാവ് എന്ന പേരിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. നേരിയാവ് എന്ന പേരിൻ്റെ അർത്ഥം മറക്കരുത്. എൻ്റെ ദൈവം എൻ്റെ വെളിച്ചം എന്നാണ്. യഹോവയുടെ പ്രകാശം എന്നും അവന് അർത്ഥമുണ്ട്. അന്ധകാര നിബിഡമായ ഇസ്രായേലിൻ്റെ മണ്ണിൽ സത്യപ്രകാശമായ യഹോവയെങ്കിലേക്ക് മക്കളെ നയിച്ച ഭക്തനായ ഒരു യഹൂദനാണ് ഈ നേരിയാവ് എന്നുള്ളത് നാം മറന്നു പോകാൻ പാടില്ല. എന്നെ കേൾക്കുന്ന മാതാപിതാക്കന്മാരെ, നാം പ്രകാശഗോപുരങ്ങളായി നിലകൊള്ളുമ്പോൾ നമ്മുടെ തലമുറകൾ നമ്മിലൂടെ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നാം നേരായ വഴികളിൽ നടന്നാൽ നമ്മുടെ തലമുറ നേരായ വഴിയിൽ തന്നെ നടക്കും. നാം വിതയ്ക്കുന്നത് തന്നെ കൊയ്യുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. There is no shortcuts in Christian life. ക്രിസ്തീയ ജീവിതത്തിൽ കുറുക്ക് വഴികളൊന്നുമില്ല. ജീവിക്കേണ്ട മാർഗങ്ങളല്ലാതെ മറ്റൊന്നും തമ്പുരാന്റെ വചസ്സുകളില്ല പ്രിയരെ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, നീതിമാന്റെ മക്കൾ അപ്പം ഇരക്കുകയില്ല എന്നാണ്. നീതിമാന്റെ മക്കൾ അപ്പം ഇരക്കുകയില്ല. നീതിമാന്റെ മക്കൾ തുണയില്ലാതെ ഇരിക്കുകയില്ല. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികൾ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന്റെ കൈയുടെ അധ്വാന ഫലം അവൻ തിന്നും. അവൻ ഭാഗ്യവാൻ. അവന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയാകും. ഹല്ലേലൂയ. യഹോവയെ ഭയപ്പെടാതെ യഹോവയുടെ വഴികൾ നടക്കാതെ ജീവിക്കുന്നവൻ നിർഭാഗ്യവാൻ. അവന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരാകില്ല. അവന്റെ കൈയുടെ അധ്വാന ഫലം അവൻ തിന്നില്ല. അവന്റെ തലമുറ തിന്നില്ല. നേരിയാവേ, നിന്റെ പേര്
നിന്റെ മകനെ പരിചയപ്പെടുത്തുന്ന എല്ലാ വേദഭാഗങ്ങളും എഴുതപ്പെടാൻ കാരണം ഞങ്ങൾക്ക് മനസ്സിലായി, നീ ആരാണ്? യഹോവ എൻ്റെ പ്രകാശമെന്ന് വിശ്വസിച്ചവനും ആ പ്രകാശ വഴിയിലേക്ക് തലമുറകളെ ആനയിച്ചവനുമാണ് നീ. അതുകൊണ്ടാണ് ബാരൂക്കിനെ കുറിച്ച് പറയുന്നിടത്തൊക്കെ നേരിയാവിൻ്റെ മകൻ എന്ന് അറിയപ്പെടാൻ കാരണം. ബാരൂക്ക് എന്ന പേരിൻ്റെ അർത്ഥം എന്താണ്? ബ്ലസ്സഡ് എന്നാണ്, അനുഗ്രഹീതൻ എന്നാണ് ബാരൂക്ക് എന്ന പേരിൻ്റെ അർത്ഥം. ബാരൂക്കിനൊരു സഹോദരനുണ്ട്, അർത്ഥാൽ നേരിയാവിന് ഒരു മകൻ കൂടെയുണ്ട്. അവൻ്റെ പേരെന്താണ്? സെരായാവ് എന്നാണ് അവൻ്റെ പേര്. സെരായാവ് എന്നാണ് അവൻ്റെ പേര്. യിരെമ്യാവിൻ്റെ പുസ്തകം 51 അധ്യായം 59 വാക്യത്തിൽ നമുക്ക് അവൻ്റെ പേര് കാണുവാനായിട്ട് സാധിക്കും. സെരായാവ് എന്ന പേരിൻ്റെ അർത്ഥം എന്താണ്? സോൾജർ ഓഫ് യാഹുവേ എന്നാണ്, യഹോവയുടെ പടയാളി എന്നാണ് സെരായാവ് എന്ന പേരിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. അപ്പൻ്റെ പേരെന്താണ്? യഹോവയുടെ വെളിച്ചം. മൂത്ത മകന്റെ പേരെന്താണ്? അനുഗ്രഹീതൻ. ഹല്ലേലൂയ. ഇളയ മകന്റെ പേരെന്താണ്? യഹോവയുടെ പടയാളി. ഹല്ലേലൂയ. അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു പാരമ്പര്യത്തിന് ഉടമയായി നമുക്ക് ഈ രാത്രി ബാരൂക്കിനെ പരിചയപ്പെടുവാനായിട്ട് സാധിക്കും. അപ്പോൾ അവൻ്റെ പേര് പോലെ തന്നെ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി മാറി. അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായത് ഏത് സാഹചര്യത്തിലാണ്? ഇന്നത്തെ കാലഘട്ടത്തിൽ അനുഗ്രഹത്തെ വിവക്ഷിക്കുന്നത് സമ്പത്ത് വർദ്ധിക്കുമ്പോൾ, ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, വലിയ കോസ്റ്റ്ലി വാഹനത്തിൽ യാത്ര ചെയ്യാൻ കഴിയുമ്പോൾ, മക്കളെല്ലാവരും വിദേശ രാജ്യങ്ങൾ ചേക്കേറാൻ ഭാഗ്യമുണ്ടാകുമ്പോൾ, ഭൗതികമായ ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാൻ ദൈവം കൃപ നൽകുമ്പോഴൊക്കെ നമ്മൾ പറയുന്ന ഒരു വാക്യമാണ്, അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് എന്ന് പറയും. പ്രിയമുള്ളവരെ, ദൈവനെ ഐശ്വര്യമായി അനുഗ്രഹിച്ചുവെന്ന് നാം പറയാറുണ്ട്. ഐശ്വര്യം എന്ന വാക്കിന് ശബ്ദധാരാവലിയിലുള്ള അർത്ഥം ഇതാണ്, ഈശ്വര ഭാവം എന്നാണ് ഐശ്വര്യം എന്ന വാക്കിൻ്റെ അർത്ഥം. ഐശ്വര്യമായി ദൈവം നിന്നെ അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ നിന്നിൽ ഈശ്വര ഭാവം, ദൈവ സ്വഭാവം എത്രമാത്രമുണ്ടെന്നുള്ളത് നീ ഗൗരവമായി നിന്നോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഭൗതികമായ നേട്ടങ്ങളോ അധികാരത്തിൻ്റെ ശക്തിയോ വലിയ സ്വാധീനമോ സിദ്ധികളോ ലൗകികമായ സുഖസൗകര്യങ്ങളോ ഒന്നുമല്ല ഈ ബാരൂക്ക് എന്ന ഭക്തനായ മനുഷ്യനെ അനുഗ്രഹീതനാക്കിയത് എന്നുള്ളത് നാം മറക്കരുത്. ബാരൂക്കിൻ്റെ അനുഗ്രഹത്തിൻ്റെ പട്ടികയിൽ അതൊന്നും ലിസ്റ്റിൽ ഉൾപ്പെടുന്നില്ല പ്രിയരെ. എന്നാൽ എങ്ങനെയാണ് ബാരൂക്ക് എന്ന ഭക്തൻ അനുഗ്രഹിക്കപ്പെട്ടവനായത്? ഈ രാത്രി നാം ധ്യാനിക്കുന്നത് അനുഗ്രഹം എങ്ങനെയാണ് ബാരൂക്കിൽ ദൈവം നിറച്ചത് എന്നാണ്. ഒന്നാമതായി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവവചനവുമായുള്ള ബന്ധത്തിൽ, ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയിൽ ബാരൂക്ക് അനുഗ്രഹിക്കപ്പെട്ടവനായി. 35 അധ്യായത്തിലാണ് യിരെമ്യാവ് ബാരൂക്കിനെ തൻ്റെ അരികിലേക്ക് വിളിച്ച് ദൈവവചനത്തിൻ്റെ ശുശ്രൂഷ അവനെ ഭരമേൽപ്പിക്കുന്നത്. യഹോയാക്കീമിൻ്റെ വാഴ്ചയുടെ 4-ാം ആണ്ടിലാണ് യിരെമ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടാകുന്നത്. 36 അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ നമുക്കത് വായിക്കുവാനായിട്ട് സാധിക്കും. എന്താണ് അരുളപ്പാട്? യഹോയാക്കീമിൻ്റെ പിതാവായ യോശിയാവിൻ്റെ കാലം മുതൽ ഇന്ന് വരെയും യഹോവയായ ദൈവം ഇസ്രായേലിനോടും യഹൂദയോടും സകല ജാതികളോടും അരുളി ചെയ്ത എല്ലാ വചനങ്ങളും കമ്പ്യൂട്ടറിൽ നിന്ന് നീ വീണ്ടും പകർത്തി എഴുതണമെന്നല്ല, പുസ്തക ചുരുൾ മേടിച്ച് നീ എഴുതണമെന്നാണ് ദൈവത്തിൻ്റെ അരുളപ്പാട്. എത്ര ശ്രമകരമായ ദൗത്യമാണ് യിരെമ്യാവിനെ ദൈവം ഭരമേൽപ്പിച്ചത്. യഹോവയുടെ വചനം ഒരു സാക്ഷ്യമായി, യഹോവയുടെ വചനം ഒരടയാളമായി, യഹോവയുടെ വചനം ഒരു ജ്ഞാപകമായി ജനത്തിൻ്റെ ഇടയിൽ എന്നും നിലനിൽക്കണമെന്ന ആഗ്രഹത്തോടെയാണ് ദൈവം നമ്പുരാൻ ഈ ദൗത്യം യിരെമ്യാവെന്ന് തൻ്റെ പ്രവാചകനെ ഭരമേൽപ്പിക്കുന്നത്. ഈ ശുശ്രൂഷ യിരെമ്യാവ് ഏൽപ്പിച്ചത് ആരെയാണ്? ഹല്ലേലൂയ. തൻ്റെ കാര്യദർശിയായി, തൻ്റെ സെക്രട്ടറിയായി ശുശ്രൂഷ ചെയ്യാൻ ദൈവം നിയോഗിച്ച് ബാരൂക്കിനെ വിളിച്ചിട്ട് യിരെമ്യാവ് പറയുകയാണ്, ഞാൻ വാമൊഴിയായി പറയുന്ന യഹോവയുടെ വചനങ്ങൾ ബാരൂക്കിനെ ശ്രദ്ധയോടെ കേട്ട് പുസ്തക ചുരുളിൽ മഷി കൊണ്ട് എഴുതി വെക്കണം. അതാണ് നിന്റെ ദൗത്യം. ഏറെ ശ്രദ്ധ, ഏറെ ക്ഷമ, ഏറെ സഹിഷ്ണുത, ഏറെ കാത്തിരിപ്പ്, ഏറെ ഏകാഗ്രത, വലിയ ദൈവിക പരിജ്ഞാനം, ദൈവാശ്രയം, ഉപവാസം, പ്രാർത്ഥന, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പരിശുദ്ധമായ നിയോഗം നിറവേറ്റാൻ നിനക്ക് കഴിയൂ ബാരൂക്ക് എന്നും യിരെമ്യാവ് ബാരൂക്കിനോട് പറയാതെ പറയുകയാണ്. ഈ ഗുണഘടകങ്ങളെല്ലാം ഒത്തുചേർന്ന് വ്യക്തിത്വമായതുകൊണ്ടാണ് യിരെമ്യാ പ്രവാചകൻ ബാരൂക്കിനെ ദൗത്യം ഭരമേൽപ്പിക്കുന്നത്. കാരണം യഹോവയുടെ അരുളപ്പാടിനെ ലാഘവത്തോടെ കാണാൻ അനുവാദമില്ല. 36 അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ബാരൂക്ക്
തന്നോട് അരുളി ചെയ്ത് സകല വചനങ്ങളെയും ഒരു പുസ്തക ചുരുളിൽ എഴുതിയെന്നാണ്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന്റെ വചനം വളരെ ഗൗരവമായി കൈകാര്യം ചെയ്യേണ്ടതാണ്. ദൈവത്തിന്റെ വചനത്തോട് ഏറെ വിശ്വസ്തത പുലർത്തേണ്ടതാണ്. അതിനെ ഗൗരവമായി കാണേണ്ടതാണ്. നിസ്സാരമായി അതിനെ കാണാൻ പാടില്ല. കാരണം എഴുതപ്പെടുന്ന വചനം ഒരു രേഖയാണ്. എഴുതപ്പെടുന്ന വചനം ഒരടയാളമാണ്. എഴുതപ്പെടുന്ന വചനം ആർക്കും ഭൂമിയിൽ മായ്ക്കാൻ കഴിയാത്തതാണ്. എഴുതപ്പെടുന്ന വചനം എല്ലായ്പ്പോഴും വായിക്കാൻ പര്യാപ്തമാകേണ്ടതാണ്. എഴുതപ്പെടുന്ന വചനം സൂക്ഷിക്കുവാൻ കഴിയേണ്ടതാണ്. എഴുതപ്പെടുന്ന വചനം കൈമാറ്റം ചെയ്യപ്പെടേണ്ടതാണ്. ഇത് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടതാണ്. എഴുതപ്പെടുന്ന വചനം ഇസ്രായേൽ ജനത്തോടുള്ള ദൈവത്തിന്റെ അരുളപ്പാടാണ്. ജനത്തോടുള്ള ദൈവത്തിന്റെ മുന്നറിയിപ്പുകളാണ്. ഇത് വളരെ ഗൗരവമായി ചെയ്യേണ്ട ശുശ്രൂഷയാണ്. വചനത്തെ നിസ്സാരമായി കാണാൻ അനുവാദമില്ല. ദൈവത്തിന്റെ വചനം ഈ കാലങ്ങളിൽ എഴുതപ്പെടേണ്ടത് പുസ്തക ചുരുളിലല്ല പ്രിയരെ, നമ്മുടെ കയ്യിലുള്ള ഡയറിയിലല്ല, പിന്നെയോ നമ്മുടെ ഹൃദയമാകുന്ന പച്ച മാംസപ്പലകമേൽ ഈ വചനം എഴുതപ്പെടാനിടയാകണമെന്ന് വളരെ ശക്തമായി നമ്മോട് പ്രതിപാദിക്കുന്ന വേദഭാഗമാണിത്. ദൈവവചനം എഴുതപ്പെടേണ്ടവിടെയാണ്. The word of God should be written in your hearts. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 9-ാമത്തെ വാക്യം നാം വായിക്കുന്നത്, ദൈവവചനം കൈമേൽ അടയാളമായും ദൈവവചനം കണ്ണുകളുടെ നടുവിൽ ജ്ഞാപക ലക്ഷ്യമായും ഇരിക്കണം. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 25-ാം വാക്യത്തിൽ മോശ പറയുന്നു, യഹോവയുടെ ന്യായപ്രമാണം നിന്റെ വീട്ടിൽ കട്ടളകൾ മേലും പടിവാതുക്കൽ മേലും എഴുതി വെക്കണം. എന്തിനാണ്? നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിക്കണമെങ്കിൽ മായ്ക്കാൻ പറ്റാത്ത വിധം അത് രേഖപ്പെടുത്തണം. സദൃശ്യവാക്യങ്ങളിൽ ശലോമോൻ ഇപ്രകാരം പറയുന്നു, 3-ാം അധ്യായം 3-ാം വാക്യത്തിലും 7-ാം അധ്യായം 3-ാം വാക്യത്തിലും ശലോമോൻ ആവർത്തിച്ച് പറയുന്നു, എൻ്റെ കൽപ്പനകൾ നിന്റെ ഹൃദയപ്പലകമേൽ എഴുതണം. ഹല്ലേലൂയ. യിരെമ്യാവ് 31-33 വായിക്കുന്നു, എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഹല്ലേലൂയ. വചനം എഴുതപ്പെടേണ്ടത് എവിടെയാ പ്രിയമുള്ളവരെ? ഹൃദയമാകുന്ന പച്ച മാംസപ്പലകമേൽ കോറിയിടേണ്ടതാണ് ദൈവത്തിന്റെ വചനം. ലെറ്റ് അവർ ഹാർട്ട്സ് ബി എൻഗ്രേവ്ഡ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനത്താൽ, ദൈവത്തിന്റെ അരുളപ്പാടുകളാൽ നമ്മുടെ ഹൃദയം നിറയപ്പെടണമെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി നമ്മോട് പറയുന്നു. വചനം എഴുതി പൂർത്തിയാക്കുകയാണ് ബാരൂക്ക്. എഴുതി പൂർത്തിയാക്കുന്നതിലൂടെ തന്റെ ജോലി അവസാനിക്കുന്നില്ല. 36-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ യിരെമ്യാവ് വീണ്ടും ബാരൂക്കിനെ വിളിച്ചു പറയുന്നു, ബാരൂക്കെ, ഞാൻ യഹോവയുടെ അരുളപ്പാട് ജനത്തോട് അറിയിച്ചതിന്റെ പേരിൽ, ന്യായവിധി ജനത്തോട് പ്രഘോഷിച്ചതിന്റെ പേരിൽ ഞാനിപ്പോൾ ബന്ധനസ്ഥനാണ്. ഞാൻ കാവൽപുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടവനാണ്. ഞാൻ കാരാഗ്രഹത്തിലാണ്. ഇനിയും ആലയത്തിലേക്ക് പോയി ഈ അരുളപ്പാടുകൾ ദൈവജനത്തോട് പ്രഘോഷിപ്പാൻ തക്കവണ്ണം എനിക്ക് യാതൊരു അവസരവുമില്ല. എൻ്റെ കൈകൾ കെട്ടപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ നിന്റെ ദൗത്യം തീർന്നില്ല. എഴുതപ്പെടുന്ന വചനം നീ ജനത്തോട് പ്രഘോഷിപ്പാനുള്ള നിയോഗം കൂടെ ഞാൻ നിന്നെ ഭരമേൽപ്പിക്കുകയാണ്. ദൈവവചനം എഴുതുക മാത്രമല്ല, അത് നീ അറിയിക്കണം. അപകടകരമായ ഒരു ദൗത്യമാണ് ബാരൂക്കിനെ യിരെമ്യാവ് ഭരമേൽപ്പിക്കുന്നത്. യിരെമ്യാവിന്ന് കഷ്ടത അനുഭവിക്കുവാൻ കാരണം, യിരെമ്യാവിന്ന് ബന്ധനസ്ഥനാകാൻ കാരണം, കാവൽപുരമുറ്റത്ത് അടയ്ക്കപ്പെടാൻ കാരണം ദൈവത്തിന്റെ വചനം മുഖം നോക്കാതെ പ്രഘോഷിച്ചത് കൊണ്ടാണെന്ന് ബാരൂക്ക് നന്നായിട്ട് അറിയാം. ദൈവജനത്തിന് അപ്രിയകരമായ സത്യങ്ങൾ, യഹോവയുടെ ന്യായവിധിയുടെ അരുളപ്പാടുകൾ ദൈവജനത്തോട് അറിയിച്ചതിന് പേരിൽ ഈ ബന്ധനസ്ഥനായ യിരെമ്യാവ് ബാരൂക്കിനോട് പറയുന്നു, ബാരൂക്കേ, എനിക്ക് പോകാൻ പറ്റാത്ത ഇടത്ത് നീ പോയി ദൈവവചനത്തിന്റെ സാക്ഷിയായി നിലനിൽക്കണമെന്ന് 8-ാമത്തെ വാക്യത്തിലും യിരെമ്യാവ് ബാരൂക്കിനോട് പറയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ബാരൂക്ക് പിന്മാറിപ്പോയില്ല. ബാരൂക്ക് അകന്നു പോകാനിടയായില്ല. ബാരൂക്ക് യിരെമ്യാവിനോട് പരാതി പറഞ്ഞില്ല. അല്ലയോ യിരെമ്യാവേ, അല്ലയോ പ്രവാചക, നീ അരുളപ്പാടിന്റെ പേരിലല്ലേ നീ കഷ്ടത അനുഭവിക്കുന്നത്? ഞാനും ആ കഷ്ടത അനുഭവിക്കേണ്ടി വരുമോ? എന്തിനാണ് എന്നെ ഈ ശ്രമകരമായി ദൗത്യം ഏൽപ്പിക്കുന്നതെന്ന് യിരെമ്യാവിനോട് ബാരൂക്ക് ചോദിച്ചില്ല. ദൈവത്തിന്റെ വചനം അത് എഴുതപ്പെടണം. ദൈവത്തിന്റെ വചനം അത് പ്രഘോഷിക്കപ്പെടണം.
ദൈവവചനത്തിലൂടെ ദേശം മാനസാന്തരപ്പെടണം. അതുകൊണ്ട് മാത്രമാണ് 100 വർഷങ്ങൾക്ക് മുൻപ് 1925 മുതൽ ഈ മണ്ണിൽ സുവിശേഷം പ്രഘോഷിക്കപ്പെടണമെന്ന് മൂത്താമ്പാക്കൽ സാധുകൊച്ചു ഉപദേശിയും പുഞ്ചമണ്ണിൽ മാമനുപദേശിയും ഒക്കെ തീവ്രമായി ആഗ്രഹിച്ചത്. അതുകൊണ്ടല്ലേ പ്രിയരെ, വചനമാണ് ജീവിതത്തിന് ആധാരമായി മാറേണ്ടത്. തന്റെ പ്രിയജമാനായ യിരെമ്യാവ് യഹോവയുടെ അരുളപ്പാടുകൾ അറിയിച്ചതിന്റെ പേരിൽ പീഡ അനുഭവിക്കുന്നത് നേരിൽ കണ്ടിട്ടും ഭയപ്പെട്ടു പോകാതെ ദൈവജനത്തെ ദൈവത്തിങ്കലേക്ക് മടക്കി വരുത്തുക, മാനസാന്തരത്തിലേക്ക് അവരെ വഴി നടത്തുക, വചനത്താൽ അവരെ ജീവിപ്പിക്കുക. ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല. AI കാലത്ത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് രൂപാന്തരപ്പെടുത്താൻ കഴിവുള്ളതായി ഒന്നും, വചനത്തെ പോലെ രൂപാന്തരപ്പെടുത്താൻ കഴിവുള്ളതായി ലോകമൊന്നും കണ്ടുപിടിച്ചിട്ടില്ല പ്രിയരെ. വചനത്തിലൂടെ മാത്രമാണ് മാനസാന്തരം സാധ്യമാകുന്നത് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് കഷ്ടത ഇനി ഏൽക്കേണ്ടി വന്നാലും സാരമില്ല, ഞാൻ ആ ദൗത്യം നിറവേറ്റാമെന്ന് പറഞ്ഞ് ബാരൂക്ക് ഇറങ്ങിപ്പുറപ്പെടാനായിട്ട് ആഗ്രഹിച്ചത്. ഹല്ലേലൂയ, ദൈവത്തിന് നീയോടെ സ്തോത്രം. ബാരൂക്ക് അനുഗ്രഹീതനായത് വചനത്തോടുള്ള ബന്ധത്തിലാണ്. ഇടുക്കി ജില്ലയിലെ ഉൾവനങ്ങളിൽ വർഷങ്ങൾക്ക് മുൻപ് മധുരയിൽ നിന്ന് വന്ന് പാർക്കുന്ന 2 ആദിവാസി ഊരുകളുണ്ട്, കൂട്ടങ്ങളുണ്ട്. മന്നാൻ, മുതുവാൻ എന്ന 2 വിഭാഗങ്ങളാണ്. അവർക്ക് എഴുത്തു ഭാഷയില്ല, അവർക്ക് ലിപികളില്ല. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 20ഓളം വർഷങ്ങളായി അവരുടെ ഇടയിൽ പാർത്ത് അവരുടെ ഭാഷ പഠിച്ച് അവരുടെ ലിപികൾ തയ്യാറാക്കി ഈ പുതിയ നിയമം അവരുടെ ഭാഷയിലേക്ക് ഭാഷാന്തരം ചെയ്ത് 2 പതിറ്റാണ്ടായി അവരോടൊപ്പം പാർക്കുന്ന ഒരു മാർത്തോമാക്കാരനുണ്ട്. ആരാണ്? കൊട്ടാരക്കര ഭദ്രാസനത്തിലെ പനവേലി മാർത്തോമ ഇടവകാംഗമായ അനിൽ ജോർജും ഷീജ ദമ്പതികളുമാണ്. ഹല്ലേലൂയ. ലിംഗ്വിസ്റ്റിക് സ്റ്റഡീസിൽ ഉന്നതമായ ബിരുദം കരസ്ഥമാക്കിയ ഈ പ്രിയപ്പെട്ടവർ തങ്ങൾ ഏൽപ്പിച്ച നിയോഗം ഇതാകുന്നുവെന്ന് ബോധ്യപ്പെട്ടപ്പോൾ മറ്റു ജോലിക്കൊന്നും പോകാതെ ഈ സാധുക്കളായ ആദിവാസികളുടെ ഊരിൽ പോയി പാർത്ത് അവർക്ക് വേണ്ടി ഭാഷ കണ്ടുപിടിച്ച്, ലിപികൾ കണ്ടുപിടിച്ച് ഈ പുതിയ നിയമം അവർക്ക് വേണ്ടി പരിഭാഷപ്പെടുത്തി അവരെ കർത്താവിന്റെ സ്നേഹത്തിലേക്ക് നയിക്കുന്ന ഒരു കുടുംബത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്നും അവരുടെ ശുശ്രൂഷ തുടരുകയാണ്. പഴയ പരിഭാഷയിൽ അവർ ഏർപ്പെട്ടിരിക്കുകയാണ്. പ്രിയമുള്ളൊരു വചനത്തെ ഗൗരവമായി കാണാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുള്ളത് നാം മറന്നു പോകാൻ പാടില്ല. ദൈവത്തിൻ്റെ വചനം ഓരോ പ്രാവശ്യം പ്രഘോഷിക്കുന്നത് ഭയത്തോടെയാണ് പ്രിയരെ. കാരണം ഇത് ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ള വചനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സെപ്റ്റംബർ മാസം 19-ാം തീയതിയാണ് പ്രിയപ്പെട്ട സാംഡി പണിക്കരച്ചൻ എന്നെ ക്ഷണിക്കുന്നത്. ഇന്നേക്ക് 116 ദിവസങ്ങൾക്ക് മുൻപാണ് എന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിച്ചത്. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. 116 ദിവസമായി എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കായി ഞാൻ മുട്ടുമടക്കിയപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും മക്കളും ഒരുമിച്ച് കുടുംബമായി പ്രാർത്ഥിച്ച് എല്ലാ പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥനച്ചൊരു വൈദികനാണ് ഞാൻ. എന്താ പ്രാർത്ഥിച്ചത്? കർത്താവേ, വിതയ്ക്കപ്പെടുന്ന വചനത്തിന് വിത്തുകളൊന്നും തന്നെ പതിനായി പോകാൻ പാടില്ല, അത് ഫലകരമായി തീരണം. ഹല്ലേലൂയ, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ള വചനമാണിത്. പ്രഘോഷിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഈ രാത്രി കേട്ട വചനത്തിന് ഒരുപോലെ കണക്ക് പറയേണ്ട ഒരു ദിവസമുണ്ട്. വി ആർ അക്കൗണ്ടബിൾ ടു ഗോഡ്. 101ാമത്തെ കൺവെൻഷൻ നടത്തിയെന്ന് പറഞ്ഞ് റിപ്പോർട്ട് എഴുതി പ്രിന്റ് ചെയ്ത് കൊടുക്കുകയല്ല നമ്മുടെ ദൗത്യം. 101ാമത്തെ വചനധ്യാനം എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു എന്ന് പറയാൻ എൻ്റെ ഹൃദയപ്പലകമേൽ ദൈവത്തിൻ്റെ വചനം ആലേഖനം ചെയ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ രൂപാന്തരപ്പെട്ടെന്ന് പറയാൻ, വിടേണ്ട ഞാൻ വിട്ടെന്ന് പറയാൻ, ബന്ധങ്ങൾ യഥാസ്ഥാനപ്പെട്ടെന്ന് പറയാൻ, മദ്യപാനം ഉപേക്ഷിച്ചെന്ന് പറയാൻ, പാപവഴികളോട് നോ പറയുന്നു എന്ന് പറയാൻ കഴിയുമ്പോഴാണ് ഈ വചനത്തിന്റെ ധ്യാനം നമുക്ക് അനുഗ്രഹമായി, കൺവെൻഷൻ അനുഗ്രഹമായി എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. യിരെമ്യാവ് അനുഗ്രഹിക്കപ്പെട്ടത് എവിടെയാണ് പ്രിയരെ? ദൈവവചനവുമായുള്ള ബന്ധത്തിലാണ്, വചനത്തിന്റെ ശുശ്രൂഷയിലാണ് യിരെമ്യാവ് എന്ന വ്യക്തി തൻ്റെ പേര് പോലെ അനുഗ്രഹിതനായി മാറിയത്. 2, ബ്ലസ്ഡ് ടു സഫർ. അവൻ കഷ്ടം സഹിക്കാനായി അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു. 36-ാം അധ്യായത്തിൻ്റെ 36-ാം അധ്യായവും 43-ാം അധ്യായങ്ങളിലും നമുക്കത് വിശദമായി വായിക്കുവാനായിട്ട് സാധിക്കും. ഏത് മനുഷ്യനെയും വീണ്ടെടുക്കുവാൻ പര്യാപ്തമായ യഹോവയുടെ അരുളപ്പാട്
വിശ്വസ്തതയോടെ പുസ്തക ചുരുൾ എഴുതുകയും അത് ഭയം കൂടാതെ ധൈര്യത്തോടെ ജനത്തോടും പ്രഭുക്കന്മാരോടും രാജാവിനോടും അറിയിച്ചതിൻ്റെ പേരിൽ ധാരാളം എതിർപ്പുകളും പീഡനങ്ങളും കഷ്ടപ്പാടുകളും യെരമ്യാവ് അനുഭവിക്കേണ്ടി വന്നു. ദൈവവചനത്തോടുള്ള തന്റെ വിശ്വസ്തതയ്ക്ക് ഒരുപാട് വില കൊടുക്കേണ്ടി വന്നു. യഹോവയുടെ വചനം കേട്ട ജനം അനുതാപ ഹൃദയത്തോടെ മടങ്ങി വരുമെന്ന് അവൻ വിചാരിച്ചെങ്കിലും യഹോവയുടെ ജനം മാനസാന്തരപ്പെടുവാൻ കാരണമായി തീർന്നില്ല. അതിൽ യിരെമ്യാവ് നിരാശപ്പെട്ടു പോയില്ല. ആരും വസ്ത്രം കീറില്ല, ആരും അനുതപിച്ചില്ല എന്ന് മാത്രമല്ല, പ്രിയമുള്ളവർ, യിരെമ്യാവിനോട് പ്രഭുക്കന്മാർ പറയുകയാണ്, ഈ അരുളപ്പാടുകൾ നിമിത്തം നിനക്ക് അനർത്ഥമുണ്ടാകും. നീ അരുളപ്പാടുകൾ നിനക്ക് അനർത്ഥകാരണമായി വ്യസനകാരണമായി മാറും. ആയതിനാൽ നീ എന്ത് ചെയ്യണം? യിരെമ്യാവിനെ പോലെ പ്രാണരക്ഷാർത്ഥം എവിടെയെങ്കിലും പോയി ഒളിച്ചു കളയണം. തനിക്കും തന്റെ രാജ്യത്തിനും എതിരായി അരുളപ്പാട് പ്രഘോഷിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി യെഹോയാക്കീം രാജാവ് യഹൂദി എന്ന തന്റെ ഭൃത്യനിലൂടെ യഹോവയുടെ അരുളപ്പാടിന്റെ ചുരുളുകൾ തന്റെ അടുക്കലേക്ക് കൊണ്ടുവരാൻ കൽപ്പിക്കുകയാണ്. സുഗലോലുപതയുടെ ശീതകാല വസതിയിൽ നെരിപ്പോളിൽ തീ കായുന്ന ഈ രാജാവ്, യെഹോയാക്കീം രാജാവ്, താൻ വായിച്ചു കേട്ട് യഹോവയുടെ അരുളപ്പാടുകൾ ഈ യിരെമ്യാവും ബാരൂക്കും ചേർന്ന് കാലങ്ങളെടുത്ത് പ്രാർത്ഥനയോടെ, ക്ഷമയോടെ, സഹിഷ്ണുതയോടെ, ത്യാഗത്തോടെ എഴുതി പൂർത്തിയാക്കിയ ഈ അരുളപ്പാടുകളെല്ലാം ഈ ശീതകാല വസതിയിൽ നെരിപ്പോടിൽ തീ കായുന്ന രാജാവ് കത്തികൊണ്ട് കീറി. 36-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ നിന്ന് വായിക്കുന്നത് അത് മുഴുവനായി ഈ രാജാവ് നെരിപ്പോടിൽ എറിഞ്ഞ് കത്തിച്ചു കളഞ്ഞു എന്നാണ്. തന്റെ ഭൃത്യന്മാർ രാജാവിനെ വിലക്കി, രാജാവേ, അത് പാടില്ല, യഹോവയുടെ വചനമാണ്, പരിശുദ്ധമായ ദൈവത്തിന്റെ അരുളപ്പാടാണ്, അതിനോട് ഇപ്രകാരം നീ പ്രതികരിപ്പാൻ പാടില്ല എന്ന് അവർ തടസ്സം പറഞ്ഞിട്ടും ഈ രാജാവ് അതൊന്നും ഗവനിക്കാതെ താൻ ആ ദൗത്യം ചെയ്തു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാവിധത്തിലും ഒറ്റപ്പെട്ടു പോയ ബാരൂക്കിനെ തടവറയിൽ അടയ്ക്കുവാൻ രാജാവ് തീരുമാനിക്കുന്ന സമയം യിരെമ്യാവ് കാവൽപുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടവനായി യാതൊരു സ്വാധീനമില്ലാതെ കുറ്റവാളിയെ പോലെ പീഡ ഏറ്റുവാങ്ങുന്ന സാഹചര്യം, ബാരൂക്കും ഭയത്തിൽ ജീവിക്കേണ്ടി വന്ന കാലം, എല്ലാ ഭാഗത്തു നിന്നും ജീവന് വലിയ ഭീഷണി ഉണ്ടായ കാലം, ഒരു കുറ്റക്കാരനെ പോലെ ശിഷ്ടായുസ് മുഴുവൻ ജീവിക്കേണ്ടി വന്ന കാലം, ആരും തന്നെ അംഗീകരിക്കാത്ത കാലം, ആരും തന്നോടൊപ്പമില്ലാത്ത കാലം, കാലങ്ങളായി വിശ്വസ്തതയോടെ പ്രതീക്ഷയോടെ മഷി കൊണ്ടെഴുതിയ എല്ലാ വചനങ്ങളും ഒരു ചാരമായി മാറിയതിൻ്റെ ഏറ്റവും സങ്കീർണമായ വ്യഥ ഉള്ളിൽ പേറി സങ്കടത്തോടെ കഴിയേണ്ടി വന്ന കാലം, ഒരാൾ പോലും മാനസാന്തരപ്പെടാൻ തയ്യാറാകാത്ത കാലം, ശാരീരികമായും മാനസികമായും ആത്മീകമായുമൊക്കെ വല്ലാതെ സംഘർഷം അനുഭവിക്കേണ്ടി വന്ന കാലമാണ് ഈ ഭക്തന്റെ കാലം. ബാരൂക്ക് തളർന്നു പോയില്ല, കഷ്ടതയുടെ നടുവിൽ പതറിപ്പോയില്ല. മൂത്താമ്പാക്കൽ സാധു കൊച്ചു വിദേശി തന്റെ ഡയറി കുറിപ്പിൽ ഇങ്ങനെ എഴുതി ഒരു ദിവസം, ദൈവമേ നീ എന്നെ മറന്നുപോയോ, ദൈവമേ നീ എന്നെ മറന്നുപോയോ. കാലങ്ങൾ കഴിഞ്ഞാലോ ചോദിച്ചു ഉപദേശി ഈ ഡയറി കുറിപ്പിൽ ചില നാളുകൾക്ക് മുൻപ് അങ്ങ് ഇങ്ങനെ എഴുതാൻ എന്താ കാരണം? ദൈവമേ നീ എന്നെ മറന്നുപോയോ എന്ന് എന്താ എഴുതാൻ കാരണം? അപ്പോൾ ഉപദേശി പറയുകയാണ്, ആ ആഴ്ച വലിയ കഷ്ടതയുണ്ടായിരുന്നില്ല, ആ ആഴ്ച വലിയ കഷ്ടപ്പാടുകളും രോഗങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നും അനുഭവിക്കേണ്ടി വന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അന്ന് ഡയറിയിൽ എഴുതിയത്, ദൈവമേ നീ എന്നെ മറന്നുപോയോ. ഹല്ലേലൂയ. ഭക്തൻ അതുകൊണ്ടാ പാടിയത്, കഷ്ടനഷ്ടം ഏറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ, കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ, കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടനഷ്ടം ഏറി വന്നാൽ ഞാൻ ആരാണ്? ഭാഗ്യവാനാണ്. കഷ്ടം നഷ്ടമില്ലാതെ വന്നാൽ ദൈവം പോലും എന്നെ മറന്നുപോയോ എന്ന് ചിന്തിക്കുവാനിടയാകുമെന്ന് ഒരു ഭക്തൻ പാടിയെങ്കിൽ
എത്ര തീവ്രമായ, എത്ര തീഷ്ണമായ, നമ്മെ വല്ലാതെ വെല്ലുവിളിക്കുന്ന, വിശ്വാസം മുറുകെ പിടിച്ച ഭക്തന്മാർ ജീവിച്ച മണ്ണാണിത് പ്രിയരെ. മറന്നു പോകരുത്. രാജാവ് വലിച്ചെറിഞ്ഞ് യഹോവയുടെ ചുരുളുകൾ ഏറ്റുവാങ്ങിയ നെരിപ്പോട് പോലെ അഗ്നിസമാനമായ അനുഭവത്തിലൂടെ ഇരമ്യാവിന്റെ ദാസനായ ബാരൂക്ക് കടന്നു പോവുകയാണ്. ഒരു കുറ്റവാളിയെ പോലെ, ഒരു അഭയാർത്ഥിയെ പോലെ, സ്വന്തം ദേശത്ത് നിന്ന് പലായനം ചെയ്യേണ്ടി വരുന്ന ഏറ്റവും ദുഃഖകരമായ സാഹചര്യത്തിലൂടെ ഈ ബാരൂക്ക് കടന്നു പോവുകയാണ്. ഇരമ്യാവ് കാവൽ പുരമുറ്റത്ത് വേദനപ്പെടുന്നത് പോലെ ഈ വേദനാജനകമായ അനുഭവത്തിലൂടെ ബാരൂക്കും കടന്നു പോകാൻ രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുന്നുവെന്ന് 26-ാം വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. എന്നാൽ അവിടെ നാം വായിക്കുന്നത്, ദൈവം തമ്പുരാൻ തന്റെ ഭൃത്യനെ ശത്രുവിന്റെ കൈകളാൽ പിടിക്കപ്പെടാതെ വണ്ണം യഹോവ അവനെ ഒളിപ്പിച്ചുവെന്നാണ്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. തന്റെ ശുശ്രൂഷ വിശ്വസ്തതയോടെ തമ്പുരാന് വേണ്ടി നിറവേറ്റിയ ബാരൂക്കിനെ ശത്രുക്കളാൽ തകർക്കാതെ വണ്ണം യഹോവയായ ദൈവം അവനെ തന്റെ ചിറകിൻ മറവിൽ ഒളിപ്പിച്ചു. ഹല്ലേലൂയ. പീഡനങ്ങൾ തീർന്നു പോയില്ല, കഷ്ടത തീർന്നു പോയില്ല. ഇരമ്യാവ് തന്റെ പ്രവചനം നിർത്തിയില്ല. ബാരൂക്ക് ഇരമ്യാവിനെ വിട്ട് ഓടിപ്പോയില്ല. 36-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം, ഇരമ്യാവ് ബാരൂക്കിനെ വീണ്ടും അരികെ വിളിച്ച് ഇപ്രകാരം പറയുന്നു, ബാരൂക്കേ, കഷ്ടത ഏറുകയാണ്, പിന്മാറിപ്പോകാൻ പാടില്ല. നിയോഗം നൽകിയത് തമ്പുരാനാണ്. ആ നിയോഗം നൽകിയ തമ്പുരാൻ നമ്മോടൊപ്പമുണ്ട്. നീ ഒരു കാര്യം ചെയ്യണം. നീ മറ്റൊരു ചുരുൾ വാങ്ങിച്ച് രാജാവ് ചുട്ടുകളഞ്ഞ് ചുരുളിൽ നീ എഴുതിയ മുഴുവൻ വചനങ്ങളും നീ വീണ്ടും അതിൽ എഴുതണം. ഹല്ലേലൂയ. നാം ആയിരുന്നെങ്കിൽ അന്നേ നിയോഗം വേണ്ടെന്ന് വെച്ച് ഓടിപ്പോയേനെ പ്രിയരെ. ഹല്ലേലൂയ. 32-ാം വാക്യം നാം വായിക്കുന്നത്, തന്റെ ദാസനായ യഹോവയുടെ ദാസനായ ഇരമ്യാവ് പറഞ്ഞതുപോലെ തന്നെ ബാരൂക്ക് വീണ്ടും, ഹല്ലേലൂയ, വീണ്ടും യഹോവയുടെ അരുളപ്പാടുകൾ മുഴുവൻ ഒരു ചുരുൾ വാങ്ങി ഇരമ്യാവ് കൽപ്പിച്ചതുപോലെ നിറവേറ്റിയെന്ന് നമുക്കവിടെ വായിക്കുവാനായിട്ട് സാധിക്കും. കഷ്ടതയുടെ നടുവിൽ പതറിപ്പോകാതെ പിടിച്ചു നിന്ന ഭക്തനായ മനുഷ്യനാണ് ബാരൂക്ക് എന്നുള്ളത് മറന്നു പോകാൻ പാടില്ല. ഇരമ്യാവിനെ കൊന്നുകളയാൻ പ്രഭുക്കന്മാർ രാജാവിനോട് അപേക്ഷിച്ചു. കൊല്ലാനായി കയറുകൊണ്ട് ചെളിക്കുഴിയിൽ ഇറക്കി. ദീർഘനാളുകൾ പട്ടിണിക്കിട്ട് കൊല്ലാൻ ശ്രമിച്ചു. നഗരത്തിലെ അപ്പക്കടയിൽ നിന്ന് ഓരോ അപ്പവും ഓരോ ദിവസം വാങ്ങി നൽകി. എല്ലാ തരത്തിലും മാനസികമായും ശാരീരികവുമായി പീഡനം ഇരമ്യാവ് അനുഭവിക്കേണ്ടി വന്നു. ആ പീഡനങ്ങളുടെ നടുവിലും ഇരമ്യാവ് രാജാവിനോടും പ്രഭുക്കന്മാരോട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, രാജാവേ, രാജാവേ, യഹോവയുടെ വചനം കേൾക്കണമേ, എന്നാൽ നിനക്ക് നന്നായിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കഷ്ടതയുടെ തീവ്രമായ വ്യഥകളിലൂടെ ഇരമ്യാവ് കടന്നു പോകുമ്പോഴും ബാരൂക്ക് കടന്നു പോകുമ്പോഴും നിയോഗത്തിൽ നിന്ന്, ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് ഒരു നിമിഷം പോലും പിന്മാറാതെ ആ കഷ്ടതയുടെ നടുവിലും ദൈവം തമ്പുരാൻ നമ്മെ ഭരമേൽപ്പിച്ച് ദൗത്യം നിറവേറ്റിയ വിശുദ്ധന്മാരാണ് ഇരമ്യാവും ബാരൂക്കും എന്നുള്ളത് നാം മറന്നു പോകാൻ പാടില്ല. ഇരമ്യാവിനോടൊപ്പം എല്ലാ സഹന വഴികളിലും എല്ലാ കഷ്ടപ്പാടുകളിലും ചേർന്ന് നിന്നവന്റെ പേരാണ് ബാരൂക്ക്. He was blessed to suffer. ഹല്ലേലൂയ. കഷ്ടത ഏറ്റുവാങ്ങാൻ, സഹനം ഏറ്റുവാങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവനായി നാം ബാരൂക്കിനെ തിരിച്ചറിയുവാനിടയാകണം. റോമാ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ 8-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് നാം തിരിച്ചറിയുവാനിടയാകണം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. അപ്പോസ്തലനായ പത്രോസ് ശ്ലീഹ 1-ാം ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുന്തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കാളികളാകുവോളം നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. എന്നാൽ ഇന്ന് പ്രിയമുള്ളവരെ, കഷ്ടത ഒരു ശാപമാണെന്നും
കഷ്ടത ഭക്തനില്ലെന്നും അനുഗ്രഹം മാത്രമേ ദൈവം തരികയുള്ളൂ എന്നും അത് കവിഞ്ഞൊഴുകുന്ന അളവിൽ തമ്പുരാൻ തരുമെന്നും കൽപ്പിക്കുന്ന, പഠിപ്പിക്കുന്ന, അപ്രകാരം പ്രഘോഷിക്കുന്ന ധാരാളം ആളുകൾ ഇന്ന് ധാരാളം നമ്മുടെ ചുറ്റുമുണ്ട്. പ്രിയമുള്ളവരെ, പുതുമഴയ്ക്ക് കൂണ് മുളയ്ക്കുന്നത് പോലെ മുക്കിന് അങ്ങനെയുള്ള ആത്മീക സംഗമങ്ങൾ, ആത്മീക മാമാമങ്ങൾ ഇന്ന് അരങ്ങ് തകർക്കുകയാണ്. എന്ത് വേണമെന്ന് അറിയത്തില്ല അവർക്ക്. സ്റ്റേജ് കെട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഏണി കയറണമോ, ഏണി നിറങ്ങണമോ, കൊടി വീശണമോ, കാഹളം ഊതണമോ, കർത്താവിന്റെ വോയിസ് റെക്കോർഡ് കേൾപ്പിക്കണമോ, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവർ വേറൊരു സുവിശേഷം പ്രഘോഷിക്കുന്നു, വേറൊരു കർത്താവിനെ പ്രഘോഷിക്കുന്നു, അവർ വേറൊരു ആത്മാവിൽ പ്രഘോഷിക്കുന്നു. വൃതന്മാരെ പോലും വഴിതെറ്റിക്കുന്ന കാലമായത്. ദൈവത്തിന്റെ വചനം പറയുന്നത് കഷ്ടത ഉണ്ടായിരിക്കുമെന്നല്ല, കഷ്ടതയുണ്ട്. നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ. കഷ്ടം നിങ്ങൾക്ക് സമ്മാനിക്കുന്ന തമ്പുരാൻ നിന്നോടൊപ്പമുണ്ട്. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ സഭയോട് പറയുന്നത് കഷ്ടത ഒരു വരമാണ്. ഹല്ലേലൂയ. ഈ സുവിശേഷമല്ലാതെ വേറൊരു സുവിശേഷം പ്രഘോഷിക്കുന്ന വ്യക്തി, അവൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനായിരുന്നാലും സഭയിൽ നിന്ന് ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് ഭാഗ്യവാനായ പൗലോസ്ലീഹ പറയുന്നുവെന്ന് എല്ലാ ഞായറാഴ്ചയും ലേഖനം വായിക്കും മുമ്പേ നാം വായിക്കുന്ന ഒരു പ്രാർത്ഥനയാണല്ലോ. അത് സത്യമാ പ്രിയമുള്ളവരെ, അതിൽ തന്നെ വിശ്വസിക്കണം. കഷ്ടത ഭക്തന്റെ അവകാശമാണ്. കഷ്ടനഷ്ടമേറി വന്നാൽ ഞാൻ ഭാഗ്യവാനാണ് എന്ന് ഭക്തൻ പാടിയത് അതുകൊണ്ടാ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കഷ്ടതയെ ജീവിതത്തിന് നിയോഗമായി തിരിച്ചറിഞ്ഞവനാണ് ബാരൂക്ക്. യാക്കോബായ സഭയുടെ മാമലശ്ശേരി കൺവെൻഷനാണ്. ആദ്യത്തെ രാത്രിയിൽ പ്രസംഗിക്കാൻ ദൈവം ഭാഗ്യം നൽകി. ധാരാളം ആളുകൾ പന്തലിൽ തടിച്ചു കൂടിയിട്ടുണ്ട്. അതിന് ശുശ്രൂഷ കഴിഞ്ഞ് ഒരു കുടുംബം എന്നെ പരിചയപ്പെടാൻ വന്നു. ഭാര്യയും ഭർത്താവും ഒരു കുഞ്ഞുമുണ്ട്. ഭർത്താവിന് ഒരു 60-നടുത്ത് പ്രായമുണ്ട്, 60 വയസ്സിനടുത്ത് പ്രായമുണ്ട്. ഭാര്യ ഒപ്പമുണ്ട്. പ്രിയമുള്ളവരെ, അവർ നിൽക്കുന്ന താഴെ ഈ കുഞ്ഞും നിൽപ്പുണ്ട്. 4 വയസ്സുണ്ട് ആ കുഞ്ഞിൻ്റെ പേര് ഹന്നമോൾ എന്നാണ്. ഞാൻ ചോദിച്ചു, ഇത് കൊച്ചുമോളാണോ? ഇല്ല ചാ, കൊച്ചുമോളല്ല, ഞങ്ങളുടെ മകളാണ്. ഞാൻ അത്ഭുതത്തോട് ചോദിച്ചു, നിങ്ങളുടെ മകളാണോ? അതെ അച്ഛാ. 26 വർഷം ആരോടും പരാതി പറയാതെ, എങ്ങും കയറിയിറങ്ങാതെ, കരങ്ങൾ ചേർത്ത് പിടിച്ച് ഒരു പ്രാർത്ഥനാപായിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചതിന് ദൈവം നൽകിയ മറുപടിയാണ് ചാ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹന്നമോൾ. ദൈവം തമ്പുരാൻ തന്ന ദാനമാച്ചാ. ദൈവത്തിന് സ്തോത്രം. കുഞ്ഞിനെ കൊണ്ടുവന്നത് അച്ഛൻ ഈ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, അതിനു വേണ്ടിയാ. ദൈവകൃപയിൽ പ്രാർത്ഥനയുടെ സന്തതിയായി ഈ കുഞ്ഞ് വളരണമച്ചാ. തീർന്നില്ലച്ചാ, അതാണ് പ്രധാന പ്രാർത്ഥനാ വിഷയം. മറ്റൊരു വിഷയം കൂടിയുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് വിട്ടുമാറാത്ത വയറുവേദന ഉണ്ടായച്ചാ. കഴിഞ്ഞ ആഴ്ചയാണ് രാജഗിരി ഹോസ്പിറ്റലിൽ, ആലുവയിലുള്ള രാജഗിരി ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയി. പല ടെസ്റ്റുകൾ കഴിഞ്ഞ് ഡോക്ടർ ചേംബറിൽ വിളിച്ചിട്ട് ഇപ്രകാരം ഭാര്യയോട് പറഞ്ഞു, കുടലിന് ക്യാൻസറാണ്, കുടലിന് ക്യാൻസറാണ്. പരാതിയില്ല, പരിഭവങ്ങളില്ല, ദൈവത്തോട് ചോദ്യമില്ല. അച്ഛാ, ആ റിപ്പോർട്ടുമായി ഞങ്ങൾ വീണ്ടും 26 വർഷം പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനാ മുറിയിൽ, പ്രാർത്ഥനാബായിൽ കരങ്ങൾ കോർത്തു പിടിച്ച് കുഞ്ഞിനോട് ചേർന്ന് മുട്ടുമടക്കി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾക്ക് പരാതിയില്ല, ഇത് നിന്റെ ദാനമാണ്, ഞങ്ങൾ തിരിച്ചറിയുന്നു തമ്പുരാനെ. ഇതിൽ നിന്ന് വിടുതൽ നീ തരുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അല്ല, വിടുതൽ തന്നില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്നെ വിട്ടു പോകില്ല തമ്പുരാനെ. നീ നല്ലവനാണെന്ന് രുചിച്ചറിഞ്ഞവനാ ഞങ്ങൾ. അതാച്ചാ ഞങ്ങളുടെ സാക്ഷ്യം. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതാ കഷ്ടതയോടുള്ള ഒരു ഭക്തന്റെ പ്രതികരണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ജീവിതത്തിന്റെ വഴികളിൽ, പരിവർത്തിത യാഥാർത്ഥ്യങ്ങളുടെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ എന്റെ കർത്താവിനെ ഞാൻ ഇന്നും സ്നേഹിക്കുന്നു. കാരണം അവൻ എന്നെ സ്നേഹിച്ചതുപോലെ ആർക്കും എന്നെ സ്നേഹിക്കാൻ കഴിയില്ല. ഞാനത് രുചിച്ചറിഞ്ഞ വ്യക്തിയാണ്. ഓ ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദി ലോർഡ് ഈസ് ഗുഡ്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. രുചിച്ചറിഞ്ഞവന് പ്രതിസന്ധിയുടെ നടുവിൽ അവനെ വിട്ടുപോകാൻ കഴിയില്ല. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. 3, ബാരൂക്ക് അനുഗ്രഹിക്കപ്പെട്ടത് എവിടെയാണ് പ്രിയരെ? ഹി വാസ് ബ്ലെസ്ഡ് ടു പ്രിസർവ് ദി പൊസഷൻ. അവകാശം പരിരക്ഷിക്കുവാനായി അനുഗ്രഹിക്കപ്പെട്ടവനാണ് ബാരൂക്ക്. അവകാശം പരിരക്ഷിക്കുവാനായി
അനുഗ്രഹിക്കപ്പെട്ടവനാണ് ബാരൂക്ക്. 32-ാം അധ്യായമാണ് ഈ ചിന്തയ്ക്ക് ആധാരമായ വേദഭാഗം. യഹൂദ രാജാവായ സിദെക്കീയാവിന്റെ വാഴ്ചയുടെ 10-ാം ആണ്ടിൽ യിരെമ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. രാജാവിന്റെ കാവൽപുരമുറ്റത്ത് ഒരു കുറ്റവാളിയെ പോലെ അടയ്ക്കപ്പെട്ടിരിക്കുന്ന സമയത്തും തൻ്റെ പക്ഷം നിൽക്കാൻ ബാരൂക്ക് ഒഴികെ ആരുമില്ലാതിരുന്ന സമയത്തും ദാവീദ് പത്മോസ് ദ്വീപിൽ ഏകനായി പാർത്ത യോഹന്നാനെ പോലെ യിരെമ്യാവിനെ ധൈര്യപ്പെടുത്തിയത് യഹോവയുടെ സാന്നിധ്യമാണ്. നിരന്തരമായി യഹോവ പകർന്നു കൊടുത്ത് അരുളപ്പാടുകളാണ്, ആലോചനകളാണ്. എന്താണ് ഇവിടുത്തെ അരുളപ്പാട്? ഈ നഗരത്തെ ബാബേൽ രാജാവിനെ ഞാൻ ഏൽപ്പിക്കും. അർത്ഥാൽ ബാബേൽ രാജാവ് ഈ ദേശം പിടിച്ചടക്കി ജനത്തെ പ്രവാസികളായി കൊണ്ടുപോകും. യഹൂദ മക്കളും ഇസ്രായേൽ മക്കളും ബാല്യം മുതൽ ദൈവത്തോട് ചെയ്ത സകല ദോഷങ്ങൾ നിമിത്തം ഈ ന്യായവിധി ദൈവം നടപ്പാക്കാൻ പോവുകയാണ്. ദേശത്തോട് അരുളപ്പാട് അറിയിച്ച യഹോവയാം ദൈവം 32-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ യിരെമ്യാവിന് പ്രത്യേകമായി ഒരു സ്പെഷ്യൽ അരുളപ്പാട് നൽകുകയാണ്. എന്താണ് 7-ാമത്തെ വാക്യം? നിന്റെ ഇളയപ്പനായ ഹല്ലേലൂയ, നിങ്ങൾ അടിവരയിടണം പ്രിയരെ, നിന്റെ ഇളയപ്പനായ ഹനാമയേലിന്റെ കയ്യിൽ നിന്ന്, നിന്റെ ഇളയപ്പനായ ഹനാമയേലിന്റെ കയ്യിൽ നിന്ന് അനാഥോത്തിലെ നിന്റെ നിലം നീ മേടിച്ചു കൊള്ളണം. നിന്റെ ഇളയപ്പന്റെ കയ്യിൽ നിന്ന് നിന്റെ അവകാശ ഭൂമി നീ മേടിച്ചു കൊള്ളണം. അതാണ് യഹോവയുടെ അരുളപ്പാട്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, അനാഥോത്ത് ഞാൻ മുമ്പ് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, യിരെമ്യാവിന്റെ ജന്മസ്ഥലമാണ്. യിരെമ്യാവിന്റെ ജന്മസ്ഥലം എന്ന് മാത്രമല്ല, അനാഥോത്ത് എന്ന പേരിന്റെ അർത്ഥം ഉത്തരമെന്നാണ്, ആൻസർ എന്നാണ്. യിരെമ്യാവേ, എല്ലാം നഷ്ടപ്പെടും, നിന്റെ അവകാശ ഭൂമി ബാബേൽ രാജാവ് പിടിച്ചടക്കും. എന്നാൽ നീ നിരാശപ്പെടേണ്ട കാര്യമില്ല. നിനക്ക് 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 ഒരു അനാഥോത്തുണ്ട്, നിനക്കൊരു മറുപടിയുണ്ട്, നിനക്കൊരു വിടുതലുണ്ട്, നിനക്കൊരു ഉത്തരമുണ്ട്. 70 സംവത്സരങ്ങൾ കഴിഞ്ഞാൽ ജനം തിരികെ ഈ അവകാശ ഭൂമിയിലേക്ക് മടങ്ങി വരും. പ്രവാസകാലം അവസാനിക്കും. അർത്ഥാൽ ഞാൻ എൻ്റെ ജനത്തെ മടക്കി വരുത്തും. 37-ാമത്തെ വാക്യം, ഞാൻ എൻ്റെ ദേശത്തെ വീണ്ടെടുക്കും, എൻ്റെ ജനത്തെ കൂട്ടിവരുത്തും, അവർ നിർഭയമായി വസിക്കും, അവർ എനിക്ക് ജനമായി മാറും, ഞാൻ അവർക്ക് ദൈവമായി തീരും. ഹല്ലേലൂയ. ഈ അവകാശത്തിൻ്റെ അടയാളമായിട്ടാണ് ദൈവം നമ്പുരാൻ യിരെമ്യാവിനോട് പറഞ്ഞത്, നിന്റെ ഇളയപ്പനായ ഹനാമയേലിന്റെ കയ്യിൽ നിന്ന് ഈ അവകാശ ഭൂമി 17 ശേക്കൽ വെള്ളി കൊടുത്ത് നീ സ്വന്തമാക്കണമെന്ന് ദൈവം കൽപ്പിക്കാൻ കാരണമതാണ്. അത് അപ്രകാരം യിരെമ്യാവ് വാങ്ങി. 10-ാമത്തെ വാക്യം മുതൽ അതിന് ആധാരം എഴുതി. ഹനാമയേലിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ വസ്തുവിന്റെ ആധാരം എഴുതി, മുദ്രയിട്ട്, സാക്ഷികളെ കൊണ്ട് ഒപ്പിട്ട്, കാവൽപുരമുറ്റത്തെ സകല യഹൂദന്മാരും കാണുക. ഈ അവകാശ രേഖ ദൈവം നമ്പുരാൻ മടക്കി വരുത്തും, ദൈവം നമ്പുരാൻ യഥാസ്ഥാനപ്പെടുത്തും, ദൈവം നമ്പുരാൻ വീണ്ടെടുക്കും, ദൈവം നമ്പുരാൻ പ്രതിസന്ധികൾക്ക് പരിഹാരം നൽകും, ദൈവം നമ്പുരാൻ മറുപടി അയക്കുമെന്ന് ദൈവം നമ്പുരാന്റെ വാഗ്ദാനത്തിന്റെ രേഖയായി സൂക്ഷിക്കാനുള്ള ഈ ആധാരം ദീർഘകാലം സൂക്ഷിക്കപ്പെടണം. 70 സംവത്സരങ്ങളോളം സൂക്ഷിക്കപ്പെടണം. അത് സൂക്ഷിക്കുവാൻ യിരെമ്യാവ് ഈ ആധാരം ഫലമേൽപ്പിച്ചത് ആരെയാണ്? നേരിയാവിന്റെ മകനായ ബാരൂക്കിനെയാണ്. ബാരൂക്കിനെ ഈ അവകാശരേഖ ഫലമേൽപ്പിക്കണമെന്നുള്ളത് യിരെമ്യാവിന്റെ ആഗ്രഹമല്ല, യഹോവയുടെ കൽപ്പനയാണ്. 32-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു പ്രിയരെ. യഹോവയുടെ കൽപ്പന പ്രകാരം, യഹോവയുടെ വചനപ്രകാരം ബാരൂക്ക് ഈ ആധാരം നഷ്ടപ്പെട്ടു പോകാതെ ഒരു പാത്രത്തിൽ, ഒരു മൺപാത്രത്തിൽ അതിനെ അടക്കം ചെയ്ത് അത് സൂക്ഷിച്ചു എന്നാണ്. ബാരൂക്ക് സൂക്ഷിച്ചത് അനാഥോത്തിലെ ഏതോ നിസാരമായ ഒരു വസ്തുവിന്റെ രേഖയല്ല. നിങ്ങളതിന്റെ ആത്മീയാർത്ഥം എൻ്റെ കൂടെ മനസ്സിലാക്കണം പ്രിയരെ. യിരെമ്യാവിന്റെ കാര്യദർശിയായ ബാരൂക്ക് മൺകുടത്തിൽ അടക്കം ചെയ്ത് സൂക്ഷിച്ചത് വെറുമൊരു വസ്തുവിന്റെ ആധാരമല്ല, പിന്നെയോ ദൈവത്തിന്റെ വിശ്വസ്തതയുടെ ആധാരമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളുടെ ആധാരമാണ്. ഹല്ലേലൂയ. ദൈവത്തിലുള്ള പ്രത്യാശയുടെ ആധാരമാണ്. ഹല്ലേലൂയ.
ദൈവജനത്തിന്റെ വീണ്ടെടുപ്പിന്റെ ആധാരമാണ്. ഹല്ലേലൂയ. കാവൽ പുരമുറ്റത്തേക്ക് അടയ്ക്കപ്പെട്ടാലും ചെളിക്കുണ്ടിൽ ഉപേക്ഷിക്കപ്പെട്ടാലും എല്ലാവരാലും കൈവിടപ്പെട്ടു എന്ന് തോന്നിപ്പോയാലും സ്വപ്നങ്ങളെല്ലാം തകർന്നു പോയാലും യിരെമ്യാവേ, ബാരൂക്കേ, ദൈവത്തിലുള്ള നിന്റെ ആശ്രയം, നിന്റെ ആധാരം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. നീ മടങ്ങി വരും, എന്റെ ജനം മടങ്ങി വരും, ഞാൻ അവരെ മടക്കി വരുത്തുമെന്ന് വ്യക്തമായി ദൈവം നൽകിയ അരുളപ്പാടിന്റെ ആധാരമാണ് യിരെമ്യാവിന്റെ കാര്യദർശിയായ നേര്യാവിന്റെ മകനായ ബാരൂക്ക് അന്ന് മൺകുടത്തിൽ അടച്ച് സൂക്ഷിച്ചത് എന്നുള്ളത് മറന്നുപോകാൻ പാടില്ല. ഈ പ്രത്യാശയിൽ നിറയപ്പെട്ടവനാണ് ബാരൂക്ക്. അതുകൊണ്ടാണ് ബാരൂക്ക് യിരെമ്യാവ് കൽപ്പിച്ചതുപോലെ, അർത്ഥാൽ യഹോവ അരുളി ചെയ്തതുപോലെ തന്നെ ഈ ആധാരം സൂക്ഷിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവം മടക്കി വരുന്ന ദൈവമാണ്, ദൈവം മടക്കി നൽകുന്ന ദൈവമാണ്, ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ദൈവം അറിയാതെ ഒന്നും ജീവിതത്തിൽ സംഭവിക്കുന്നില്ലേ? നിന്റെ തലയിലെ ഒരു മുടി പോലും കൊഴിയണമെങ്കിൽ ഉടയവന് അനുവാദമില്ലാതെ സാധ്യമല്ലേ? ഞാൻ തന്നെ എൻ്റെ ഉള്ളം കരങ്ങളിൽ വരച്ചിരിക്കുന്നു. കൈരേഖ പോലെയാണ് ആ വചനം, മനസ്സിലാക്കണം. കൈരേഖ പോലെയാണ് നീ ദൈവത്തിൻ്റെ കരങ്ങളെന്ന് പറഞ്ഞാൽ നിന്നെ ആർക്കും മായ്ക്കാൻ കഴിയില്ല, നിന്നെ ആർക്കും മറക്കാൻ കഴിയില്ല. ആര് മറന്നാലും ദൈവത്തിന് നിന്നെ മറയ്ക്കാൻ പറ്റില്ല, നിന്നെ മറക്കാൻ പറ്റില്ല. കാരണം you are so precious to God. Hallelujah. എന്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ, എതിർപ്പുകളുടെ നടുവിൽ മധുരയിലെ സുബ്രഹ്മണ്യപുരം എന്ന ഹൈന്ദവ സങ്കേതത്തിൽ ശുശ്രൂഷ ചെയ്ത ഭക്തനായ എം. ഇ. ചെറിയാൻ സാറ് കുമ്പനാടുകാരനല്ലേ? അധ്യാപന ജോലി രാജിവെച്ചിട്ടല്ലേ കർത്താവിന്റെ വിളി കേട്ട സുവിശേഷ വേലയ്ക്കായി ഈ മധുരയിലേക്ക് അദ്ദേഹം പോയത്? രക്ഷാവഴി എന്ന് 2 കാശുള്ള ആ സുവിശേഷ പ്രതി വിറ്റാണ് തൻ്റെ ഉപജീവനം. ശമ്പളമില്ല, പ്രതിസന്ധികൾ ഏറെയുണ്ട്, എതിർപ്പുകൾ ഏറെയുണ്ട്, പീഡനങ്ങൾ ഏറെയുണ്ട്, പട്ടിണി ഏറെയുണ്ട്. നല്ലൊരു വസ്ത്രം പോലും എന്ന് ധരിക്കാനില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തൻ്റെ ഭാര്യ മരണപ്പെട്ടു, നിരാശപ്പെട്ടില്ല, പതറിപ്പോയില്ല. തീഷ്ണതയോടെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വലിയ സാക്ഷ്യം വഹിപ്പാൻ ഈ ഭക്തനായ മനുഷ്യന് ദൈവം ഭാഗ്യം നൽകി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തോട് ചോദിച്ചു, സാറേ ഇതെങ്ങനെ സാധിക്കും? എങ്ങനെ ഇത് സാധിക്കും? ഈ പ്രതിസന്ധികൾ ഏറെയുള്ളപ്പോഴും പ്രത്യാശ മറഞ്ഞു പോകാതെ, പ്രത്യാശ മാഞ്ഞു പോകാത്ത മുഖവുമായി ഈ കർത്താവിന്റെ സുവിശേഷത്തെ പ്രഘോഷിപ്പാൻ അങ്ങേക്ക് എങ്ങനെ കഴിയും എന്ന് ചോദിച്ചപ്പോൾ ഭക്തൻ പറഞ്ഞു, യേശുവാരിലും ഉന്നതനാമൻ ആത്മസഖാവവനേ, തായ് മറക്കാം എങ്കിലും എന്നെ മറക്കാ സ്നേഹിതനേ, ഏവരും എന്നെ കൈവെടിഞ്ഞാലും യേശുദാനൻ അരികിൽ കാണും, ഏതു ഖേദവും തീരും ഞാൻ തിരുമാർവിൽ ചാരിടുമ്പോൾ. ഏതു ഖേദവും, ഏത് പ്രതിസന്ധിയും, ഏത് പ്രയാസകരമായ ജീവന അനുഭവങ്ങളുമൊക്കെ മറഞ്ഞു പോകാൻ പര്യാപ്തമായി എനിക്ക് ചാരാൻ ഒരു മാറിടമുള്ളത് കൊണ്ട്, ഹല്ലേലൂയ, എനിക്ക് അവിടെ ഒരു പ്രത്യാശയുള്ളത് കൊണ്ട്, എനിക്കൊരു അനാഥത്വമുള്ളത് കൊണ്ട്, എനിക്കൊരു മറുപടി ഉള്ളത് കൊണ്ട്, എനിക്ക് അവനൊരു പ്രതീക്ഷയുള്ളത് കൊണ്ട് ഈ സങ്കടങ്ങളോ പ്രതിസന്ധികളോ ഒന്നും തമ്പുരാൻ നിന്ന് അകറ്റുവാൻ അതിന് ശക്തിയില്ലെന്ന് ഭക്തൻ പാടിയത് അതുകൊണ്ടാ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ബാരൂക്ക് നമ്മെ പഠിപ്പിക്കുന്ന 3ാമത്തെ പാഠം അതാണ്. ബാരൂക്ക് അനുഗ്രഹിക്കപ്പെട്ടവനായത് എവിടെയാണ്? യഹോവയിലുള്ള പ്രത്യാശയുടെ ആധാരം സംരക്ഷിക്കുന്ന അനുഭവത്തിൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി മാറി. ഞാൻ അവസാനിപ്പിക്കട്ടെ, ഒരു കൊച്ചു ചിന്തയും കൂടെ പറഞ്ഞ് ഞാൻ ഈ വചന ശുശ്രൂഷ പൂർത്തിയാക്കാം. ബ്ലസ്ഡ് വിത്ത് ഗ്രേറ്റ് പ്രോമിസ്, വിലയേറിയ വാഗ്ദാനങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു ബാരൂക്ക്. വിലയേറിയ വാഗ്ദാനങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു ബാരൂക്ക്. വലിയ പ്രതീക്ഷയോടെ യിരെമ്യാവിനോടൊപ്പം ശുശ്രൂഷയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടവനാണ് ബാരൂക്ക്. ജീവിതകാലം മുഴുവൻ വിശ്വസ്തദാസനായി
പ്രവാചകനോടൊപ്പം ശുശ്രൂഷ ചെയ്തവനാണ്. എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും പതറിപ്പോകാതെ നിലകൊണ്ടവനാണ്. സഹനങ്ങളിൽ ഏറെ കൂടെ നിന്ന് അതിനെല്ലാം പരാതി പറയാതെ കഷ്ടങ്ങളെ നിയോഗമായി കണ്ടവനാണ്. ഇപ്രകാരം ശുശ്രൂഷ ചെയ്ത് തന്നെ ദൈവം നമ്പുരാൻ ഒരു കാലത്ത് ആദരിക്കും, തന്നെ മാനിക്കും, ഉയർച്ചകൾ നൽകുമെന്ന് ഒരുപക്ഷെ മാനുഷികമായി യിരെമ്യാവിൻ്റെ ദാസനായ ബാരൂക്ക് ചിന്തിച്ച് കാണും. മോശയ്ക്ക് പകരക്കാരനായി അവരുടെ ദാസനായ യോശുവയെ ദൈവം ഉയർത്തിയതുപോലെ ഏലിയാവിൻ്റെ പിൻഗാമിയായി ഇരട്ടി ആത്മാവോടുകൂടെ ഏലീശയെ ദൈവം തെരഞ്ഞെടുത്തതുപോലെ സ്വാഭാവികമായി യിരെമ്യാവിന് ശേഷമായി തന്നെയും തമ്പുരാൻ ഒരു പദവി നൽകി ഉയർത്തുമെന്ന് ഒരുപക്ഷെ യിരെമ്യാവ് ചിന്തിച്ച് കാണും. 45-ാം അധ്യായം നാം പഠിക്കണം പ്രിയരെ. 45-ാം അധ്യായം നിരാശയിൽ നിറയുന്ന ഒരു ബാരൂക്കിനെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ബാരൂക്ക് പറയുന്നു, യഹോവ എൻ്റെ വേദനയോട് ദുഃഖം കൂട്ടിയിരിക്കുന്നു. യഹോവ എൻ്റെ വേദനയോട് ദുഃഖം കൂട്ടിയിരിക്കുന്നു. ഇനി യാതൊരു ആശ്വാസത്തിനും വകയില്ലാതെ വണ്ണം ഞാൻ തകർന്നു പോകുന്നു. യഹോവയ്ക്ക് വേണ്ടി നിലകൊണ്ടിട്ട് ഇപ്രകാരം വേദനപ്പെടാൻ, ഒരു ആശ്വാസം പോലും പ്രാപിക്കാൻ കഴിയാതെ ജീവിക്കുവാൻ ഇടയായല്ലോ എന്നുള്ള സങ്കടമാണ് 45-ാം അധ്യായത്തിൽ യിരെമ്യാവിൻ്റെ ദാസനായ ബാരൂക്ക് എഴുതി വയ്ക്കുന്നത്. ബാരൂക്കിനോട് ദൈവം ഇപ്രകാരം പറഞ്ഞു, നിന്റെ ദേശവും രാജ്യവും വിട്ട് നീ പലായനം ചെയ്യേണ്ടി വരും. ദേശത്തിന്മേൽ വരുത്തുന്ന അനർത്ഥങ്ങൾക്ക് നീ സാക്ഷിയാകേണ്ടി വരും. അനേകർ മരണത്തിന് ഇരയായിത്തീരും. എന്നിട്ട് ദൈവം നമ്പുരാൻ ഈ ബാരൂക്കിനോട് ചോദിക്കുകയാണ് 45-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ, നീ നിനക്കായി വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ആഗ്രഹിക്കരുത്. നീ നിനക്കായി വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുവോ ബാരൂക്കേ? ആഗ്രഹിക്കരുത്. നെവർ സീക്ക് ഗുഡ്നസ് ഫോർ യു. നിനക്കായി നീ വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കാനിടയായി തീർന്നാൽ നിരാശപ്പെട്ടു പോകും. നിന്റെ പ്ലാനുകളും പദ്ധതികളും തകിടം മറിയാനിടയായി തീരും. ഞാൻ സകല ജഡത്തിന്മേലും അനർത്ഥം വരുത്തും. നീ ഒരു കാര്യം മനസ്സിലാക്കണം, എന്നാൽ നിന്റെ പ്രാണന്റെ മേൽ എൻ്റെ സംരക്ഷണ വലയം എന്നും ഉണ്ടാകും ബാരൂക്കേ. നീ ഒരുപാട് മനക്കോട്ടകൾ നീ കെട്ടേണ്ട കാര്യമില്ല. പ്രാണൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഒരുപക്ഷെ തോന്നിയേക്കാം. എന്നാൽ നീ വിശ്വസ്തതയോടെ ശുശ്രൂഷ നിറവേറ്റിയ വ്യക്തിയായതുകൊണ്ട് ഒരു കൊള്ള പോലെ നിന്റെ പ്രാണനെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാമെന്ന് ദൈവത്തിൻ്റെ വിലയേറിയ വാഗ്ദാനം പ്രാപിച്ചവനാണ് ബാരൂക്ക് എന്നുള്ളത് 45-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ലോകപരമായി ഭൗതികമായി ഒരുപാട് നേട്ടങ്ങൾ നീ പ്രാപിച്ചു എന്ന് വരില്ല. എന്നാൽ നിന്റെ ആത്മാവിന് ക്ഷതമേൽക്കാൻ ദൈവം അനുവദിക്കുകയില്ല. ഇതിന്റെ ആത്മീക അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രിയരെ. ബാഹ്യമായി നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, നമുക്ക് ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. അതെല്ലാം നിറവേറപ്പെട്ടു എന്ന് വരില്ല പ്രിയമുള്ളവരെ. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത്, നിന്റെ പ്രാണനെ തൊടാൻ ശത്രുവിനെ ഞാൻ അനുവദിക്കുകയില്ല. എന്നെ കേൾക്കുന്ന ദൈവജനമേ, എഫെസോസിലെ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇരുമ്പോടാമ്പലുകൾക്കുള്ളിൽ കാരാഗ്രഹത്തിൽ മുട്ടുമേനെന്ന് എന്താ പ്രാർത്ഥിച്ചത്? കർത്താവേ, എൻ്റെ അകത്തെ മനുഷ്യൻ നാൾക്കുനാൾ ബലപ്പെടണം. എൻ്റെ അകത്തെ മനുഷ്യൻ നാൾക്കുനാൾ ബലപ്പെടണം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ, കർത്താവേ, ബാഹ്യമായ ശരീരത്തിൽ ശൂലമുണ്ട്, ബാഹ്യമായ ശരീരത്തിൽ വേദനയുണ്ട്, ബാഹ്യമായ ശരീരത്തിൽ കഷ്ടപ്പാടുണ്ട്. അത് വിട്ടുമാറാൻ ഞാൻ നിരന്തരം അതിനോട് പ്രാർത്ഥിച്ചവനാണ്. നീ എന്നോട് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അത് മതി കർത്താവേ, നിന്റെ കൃപയിൽ പുതിയപ്പെടാൻ കഴിഞ്ഞല്ലോ, അതാണ് എൻ്റെ ഭാഗ്യം. എന്നാൽ എൻ്റെ അകത്തെ മനുഷ്യൻ നാൾക്കുനാൾ ബലപ്പെടണം. ബാഹ്യമായി ഞാൻ അനുഭവിക്കുന്ന ശൂലം എൻ്റെ അകത്തെ മനുഷ്യനെ ബാധിപ്പാൻ സാധ്യമല്ല, പാടില്ല. കർത്താവേ, എൻ്റെ പുറമേ ക്യാൻസർ വന്നാലും, എൻ്റെ പുറമേ രോഗം വന്നാലും, എനിക്ക് വേദനയുണ്ടായാലും എൻ്റെ ആത്മാവിന് ക്ഷതമുണ്ടാകാൻ പാടില്ല. എൻ്റെ അകത്തെ മനുഷ്യൻ നാൾക്കുനാൾ ബലപ്പെടണമെന്ന് പൗലോസ് പ്രാർത്ഥിച്ചത് അതുകൊണ്ടാ പ്രിയമുള്ളവരെ. നമുക്കിന്ന് ആവശ്യം ഈ അകത്തെ മനുഷ്യന്റെ ബലമാണ്.
തിമോഥെയോസിന് ലേഖനം എഴുതിയപ്പോൾ അപ്രകാരം പൗലോസ് പറഞ്ഞത് എന്താ പറഞ്ഞത്? അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. കാരണം എന്താണ്? ഞാൻ ലജ്ജിക്കാതെ ഇതെല്ലാം സഹിക്കുവാൻ കാരണം ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവന്റെ ഉപനിധി അവസാനം വരെ കാക്കാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. എന്റെ ഉപനിധി, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ മൈ ഡെത്ത്ലെസ് സോൾ എന്നാണ്. എന്റെ ഉപനിധി മൈ ഡെത്ത്ലെസ് സോൾ. എന്റെ ആത്മാവിന് ക്ഷതമേൽക്കാൻ തമ്പുരാൻ അനുവദിക്കില്ല. എന്റെ ആത്മാവ് ദൈവകരങ്ങൾ സുരക്ഷിതമാണ്. പ്രിയമുള്ളവരെ, ബാഹ്യമായി എന്തെല്ലാം നേടിയാലും ഈ മണ്ണിൽ ഉപേക്ഷിച്ചിട്ട് പോകണം. ഹല്ലേലൂയ. നേടേണ്ട നിത്യതയാണ് പ്രിയരെ, നിത്യമായ അനുഭവങ്ങളാണ്. ഈ ഭൂമിയിൽ മാത്രം പ്രത്യാശയുള്ളവരെങ്കിൽ സകല മനുഷ്യരിലും നിങ്ങൾ അരിഷ്ടന്മാരാണ്. അല്ലയോ നേരിയാവിന്റെ മകനായ ബാരൂക്കേ, നിനക്ക് കൊട്ടാര സമാനമായി വീട് ഉണ്ടാകണമെന്നില്ല, നിനക്ക് രാജാവിന്റെ അപ്രൂവൽ ഉണ്ടാകണമെന്നില്ല, നിനക്ക് ദേശത്തിന് അംഗീകാരം ഉണ്ടാകണമെന്നില്ല. എന്നാൽ നിന്റെ പ്രാണനെ നഷ്ടപ്പെടാതെ നിത്യമായി സംരക്ഷിപ്പാൻ ഞാൻ നിന്റെ കൂടെയുണ്ട്. നിത്യമായ അനുഭവങ്ങളെ ദൈവം തമ്പുരാൻ നൽകുമെന്ന് ഇരമ്യാവിന്റെ ദാസനായ ബാരൂക്കിനോട് ദൈവം കൽപ്പിക്കുകയാണ്. നമുക്കെന്ന ആവശ്യം ഇതാ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പുഷ്പഗിരി ഹോസ്പിറ്റലിൽ ക്യാൻസർ ബാധിച്ച മരണത്തോട് മല്ലടിക്കുന്ന ഞാൻ മുമ്പ് ശുശ്രൂഷ ചെയ്ത പള്ളിയിൽ ഒരു ആൻറ്റി പാലിയേറ്റീവ് കെയറിലാണ്. മിക്കവാറും ദിവസങ്ങളിൽ ആ ഹോസ്പിറ്റലിൽ പാലിയേറ്റീവ് കെയറിൽ പോയി ആൻറ്റിയെ കാണും. പാട്ടുകൾ പാടും, വേദഭാഗം വായിക്കും, പ്രാർത്ഥിച്ചു മടങ്ങും. അവസാനം ഒരു രാത്രിയിൽ ഞാൻ പാട്ട് പാടി വേദഭാഗം വായിച്ച് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് കുരിശു വരച്ച് മടങ്ങാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ തലയുടെ അടിയിൽ നിന്ന് ഒരു കവർ എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. ഞാൻ ചോദിച്ചു, ആൻറ്റി എന്താണിത്? അച്ഛനത് വാങ്ങണം. ഞാൻ പറഞ്ഞു, എനിക്കെന്തിനാ കവറ്? അച്ഛനത് വാങ്ങണം, ഇതൊരു ചെക്കാണ്. ഞാനത് വാങ്ങി. അച്ഛൻ തുറന്നു നോക്കണം. തുറന്നു നോക്കി, 1,80,000 രൂപയുണ്ട്. ഞാൻ ചോദിച്ചു, ആൻറ്റി ഇതെന്തിനാണ്? അച്ഛാ, എൻ്റെ സമയം ഏകദേശം പൂർത്തിയായി. അച്ഛൻ ഈ പണം പള്ളിയിൽ ഒരു എൻഡോമെന്റായി നിക്ഷേപിക്കണം. മാരകമായ ക്യാൻസർ രോഗം മാറി ചികിത്സിക്കുവാൻ നിവൃത്തിയില്ലാത്ത സാധുക്കൾക്ക് ഇതിൻ്റെ പലിശ നൽകണം. ഇതെൻ്റെ ആഗ്രഹമാച്ചാ. അതിനുവേണ്ടി ഞാൻ സമ്പാദിച്ച് ശേഖരിച്ച് മാറ്റിവെച്ച പണമാണിത്. ഞാൻ പറഞ്ഞു, ആൻറ്റി ഒത്തിരി സന്തോഷം, ദൈവത്തിന് സ്തോത്രം. പോരാ നേരം കൈ ഇങ്ങനെ ഉയർത്തി കാണിച്ചു. ഞാൻ ആ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അച്ഛൻ നാളെ എന്നെ കാണാൻ വരണ്ട, നമുക്ക് നിത്യതയിൽ കാണാം അച്ഛാ. നല്ല ഉറപ്പാ, നല്ല ഉറപ്പാ. അച്ഛൻ നാളെ വരണ്ട എന്നെ കാണാൻ, പൂർത്തിയായി, നമുക്ക് നിത്യതയിൽ കാണാം. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ ആശുപത്രി വിട്ട് ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ ഈ ആൻറ്റി ദൈവസന്നിധിയിലേക്ക് മടങ്ങിപ്പോയി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രത്യാശ നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശയാകട്ടെ. ബാരൂക്കേ, നിനക്ക് ഈ ലോകത്തിൽ പല ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം, അതൊന്നും നിറവേറപ്പെട്ടു എന്ന് വരില്ല. പക്ഷെ നിന്റെ ആത്മാവ് നഷ്ടപ്പെടാൻ പാടില്ല. ഈ ലോകത്തിൽ മാത്രം പ്രത്യാശയുള്ളവരായി ജീവിക്കാൻ പാടില്ല. ഇന്ന് രാത്രി തമ്പുരാൻ നമ്മെ മടക്കി വിളിച്ചാൽ അവന്റെ സന്നിധിയിൽ എത്തുമെന്ന് ഉറപ്പ് പറയാൻ കഴിയുന്നില്ല എങ്കിൽ നാം ഓടിയതും അധ്വാനിച്ചതുമൊക്കെ വട്ടപൂജ്യമാണ്. തിരിച്ചറിയാൻ ഇടയാകട്ടെ പ്രിയരെ. ഞാൻ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ബാരൂക്ക് അനുഗ്രഹിക്കപ്പെട്ടവനായി മാറിയത് 4 അനുഭവങ്ങളിലാണ്. ഒന്ന്, വചനത്തിന്റെ ശുശ്രൂഷയിൽ, വചനത്തോടുള്ള ബന്ധത്തിൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി മാറി. കഷ്ടം സഹിക്കുന്ന അനുഭവങ്ങളിൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി മാറി. തൻ്റെ അവകാശം പരിരക്ഷിക്കുവാനായി അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി മാറി. നിത്യമായ വാഗ്ദാനത്താൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി മാറി. ഈ രാത്രി കേട്ട വചനത്തിനു മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ഇത് കൺവെൻഷന്റെ സമാപന രാത്രിയല്ലെന്ന് അച്ഛന് നന്നായിട്ട് അറിയാം. എങ്കിൽ പോലും ഈ വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നാം ഇരിക്കുന്ന ഇടങ്ങൾ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയരെ.